ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഓൾ കേരള ട്രിപ്പിൻ്റെ 13ാമത്തെ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ് കേട്ടോ. ഇന്നലെ കാസർഗോഡും തിരിച്ചിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്ന കർണാടകയിലാണ്. കർണാടകയിലെ കൂർഗിൽ കുറച്ച് സ്ഥലങ്ങൾ കാണണം. മറ്റൊരു സ്ഥലവുമല്ല, ഒന്ന് തലക്കാവേരി, ഒന്ന് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. ഈ രണ്ട് സ്ഥലവും കണ്ടിട്ട് ഇന്ന് ഇവിടെ നിന്ന് നേരെ സുൽത്താൻ ബത്തേരിക്ക് പിടിക്കണം. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ തലക്കാവേരിയിൽ എത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. നമുക്ക് കാസർഗോഡ് നിന്ന് വണ്ടി ഓടി ഇവിടെ വന്ന് തലക്കാവേരിയിൽ പോയി ഗോൾഡൻ ടെമ്പിളും പോയി അടുത്ത് സുൽത്താൻ ബത്തേരിയിൽ പിടിക്കണമെങ്കിൽ ഏകദേശം 280 കിലോമീറ്റർ ബൈക്ക് ഓടാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യത്തില്ല. ഈ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്തുള്ളൂ. കാരണം നാളെ റെസ്റ്റ് ആയിരിക്കും മിക്കവാറും. എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്, അപ്പോൾ നാളെ ഇനി അവിടെ പോകണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഏകദേശം 1000 രൂപ റൂമിന് പൈസയാവും. അത് കഴിഞ്ഞിട്ട് നാളെ 130 കിലോമീറ്റർ ഓടിപ്പോയിട്ട് പിന്നെ വയനാട്ടിൽ നിന്ന് നാളെ വീഡിയോ എടുപ്പ് നടക്കത്തില്ല. അപ്പോൾ നാളെ എന്തായാലും ഫുള്ള് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുത്ത് സുൽത്താൻ ബത്തേരിക്ക് ഇന്ന് തന്നെ പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഈ 1000 രൂപ റൂമിൻ്റെ 1000 രൂപ എന്നത് എനിക്ക് 220 രൂപയായിട്ട് മാറി കിട്ടും. അപ്പോൾ എനിക്ക് 3 ദിവസം കൂടെ എക്സ്ട്രാ താമസിക്കേണ്ട ബഡ്ജറ്റ് നമുക്കിതിൽ ലാഭിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സമയവും അതിനനുസരിച്ച് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് തലക്കാവേരിയിലെ കാഴ്ചകൾ കണ്ടിട്ട് പോവുകയാണ്. ഇനി ഗോൾഡൻ ടെമ്പിൾ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഓൾ കേരള ട്രിപ്പിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നേരെ കൂർഗിലേക്കാണ്. ഓൾ കേരള ട്രിപ്പിൻ്റെ നമ്മുടെ കർണാടക ബസ് വരുന്നുണ്ടോ, കാസർഗോഡ് ഉള്ളൂ എണ്ണോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് നേരെ കൂർഗിലേക്കാണ്. വണ്ടിയിലിപ്പോൾ 3 ഘട്ടം പെട്രോളുണ്ട്. അത്യാവശ്യം പെട്രോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഇന്നലെ ഞാൻ പോയ വഴിയും കറങ്ങിയ വഴിയൊക്കെയാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ കറങ്ങുന്നത് ഇഷ്ടംപോലെ കറങ്ങുന്നുണ്ട്. വീഡിയോ വരുന്നത് കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. കാരണം ഒരു സ്ഥലത്തെ മാത്രം ഒരു വീഡിയോ നമ്മൾ അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാ വീഡിയോയും കൂടെ വലിച്ചു വാരിയിട്ട് നമ്മൾ ചെയ്തില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തെ വീഡിയോ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് തലക്കാവേരിയിലാണ്. കാവേരി നദിയുടെ ഉദ്ഭവന കേന്ദ്രം. അപ്പോൾ കൂർഗിൽ ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ പൊന്മുടി പോലെ ഒരു ഹൈ റേഞ്ചൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു സ്ഥലം. ഇവിടെ നമുക്ക് ഏകദേശം 90 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഏകദേശം 90 കിലോമീറ്റർ 2.5 മണിക്കൂർ കാണിക്കും. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ന്യൂ ബസ് സ്റ്റാൻഡ്. പക്ഷേ ഇന്നലെ ഞാൻ വന്നു, പക്ഷേ അതിന് മുന്നേ വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ, പുതിയ ബസ് സ്റ്റാൻഡിൽ ഞാൻ എത്തിയത്. റോഡ് ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്ന വഴി കുറേ ദൂരം പോകണം. നാഷണൽ ഹൈവേ 66 കുറേ ദൂരം പോയിട്ട് അവിടെ നിന്നാണ് ഇടത്തേക്ക് തിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇതുവഴി ഞാൻ പോയിട്ടില്ല. ഞാൻ ഇരിട്ടിയിൽ നിന്ന് ചുരം കയറി നേരെ തലക്കാവേരിയിൽ പോയിട്ടുണ്ട്. ഇത് വേറെ ഏതോ റൂട്ടാണ് കാണിക്കുന്നത്. കറക്റ്റ് എനിക്ക് ഒരു പിടിയുമില്ല. അത്യാവശ്യം കാട്ടിനകം ആവാനാണ് ചാൻസ്. മെയിനായിട്ടും കൂർഗിൽ തലക്കാവേരി പോകണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ 4 ഘട്ടം പെട്രോൾ ഉണ്ട്. എന്തായാലും നോക്കട്ടെ, പോവാൻ ഒരു 300 കിലോമീറ്റർ ഓടേണ്ട, 250 കിലോമീറ്റർ ഓടേണ്ട പെട്രോൾ വണ്ടിയിൽ ഉണ്ടാവണം. 200 കിലോമീറ്റർ മസ്റ്റായിട്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കർണാടകയിൽ എവിടെന്നെങ്കിലും ഒരു പമ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തട്ടോ. തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു മഴ. പക്ഷേ വയനാടൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ ഒരു ഫ്രണ്ടുണ്ട്, അങ്ങനെ അവർ വിളിച്ചിട്ട് അവിടെ ഭയങ്കര മഴയാണ്, കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും നോക്കട്ടെ. നമുക്ക് നേരെ കൂർഗിൽ നിന്ന് നമ്മളിന്ന് സുൽത്താൻ ബത്തേരി. എൻ്റെ അമ്മൂ, ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ റോഡ് മാറില്ല. ഓക്കെ, നമ്മൾ ഇന്ന് അവിടെ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പിടിക്കണം, അതാണ് പ്ലാൻ. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ രാവിലെ 7 മണിക്ക് വണ്ടി എടുത്തു. ഏകദേശം 300 കിലോമീറ്റർ 299 കിലോമീറ്റർ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം 7.5 മണിക്കൂർ യാത്ര ഇന്നത്തെ ഒരു ദിവസം. അല്ല എങ്കിൽ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കൂർഗിൽ ഫുഡിൻ്റെ എക്സ്പെൻസ് ഭയങ്കര എക്സ്പെൻസാണ്. ഒരു നാടൻ ഊൺ 40 രൂപ മാത്രം. കൊള്ളാം. ഇതുപോലെയുള്ള കടകളൊക്കെ തപ്പിപ്പിടിച്ച് വെച്ച് വേണം യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാൻ. സൂര്യൻ്റെ പൊൻകിരണം നേരെ ഉച്ചന്തലയിൽ അടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ റൂട്ടിലൂടെയുള്ള യാത്ര ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു. നമ്മളെപ്പോഴും ഇതുപോലെ കുറേ മരങ്ങളുടെ ഇടയിൽ കൂടെ എപ്പോഴെങ്കിലുമൊക്കെ പോകും ഒരു ദിവസത്തിൽ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൻ്റെ മുകളിലൊന്ന് സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. ദൈവമേ, വല്ല ആനയെ കണ്ടാൽ മതി, പുലിയൊന്നും കാണാൻ. ആനയെ കാണണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. ആനകളെ കാണൊക്കെ, മാനിനെ കാണൊക്കെ, ഇതൊക്കെ ഭയങ്കര ക്രേസ് പിടിച്ച പരിപാടിയാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല.
ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക പച്ചപ്പും. ഈ സൈഡെല്ലാം ഈ ഉണങ്ങിക്കിടക്കുന്നതെല്ലാം പുല്ല്, മഴ പെയ്ത് പുല്ല് പിടിച്ച് തുടങ്ങിയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒരു രക്ഷയും കാണൂല ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാൻ. ഇതുപോലുള്ള റൂട്ടിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ബൈക്ക് ഓടി പോകണം. ആഹാ അന്തസ്. സത്യം പറയാലോ, ഈ മയക്കുമരുന്നിനും വെള്ളമടിക്കും അല്ലെങ്കിൽ ആ ഒരു ഒന്നിനും തരാൻ പറ്റാത്തൊരു വൈബാണ് നമ്മുടെ ഇതുപോലെയുള്ള ഈ യാത്രയൊക്കെ കിട്ടുന്നത്. ഇതിൻ്റെ നടുവിലൂടെ ഒരു ആനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്യമൃഗങ്ങളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ മോനെ സ്വർഗം. ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഒരു യാത്ര പോയി നോക്കണം കേട്ടോ എല്ലാവരും. സത്യം പറയാലോ, ലൈഫിൽ ജോലി ചെയ്ത് ജീവിക്കുക, അത് കഴിഞ്ഞ് മരിച്ചങ്ങ് മേലെ പോവുക, അതൊന്നും ആയിരിക്കരുത് ഒരിക്കലും ജീവിതം എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു യാത്രകൾ മതി, വലിയ യാത്രകൾ തന്നെ വേണമെന്നില്ല. നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലം പോലെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സത്യം പറയാം, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, എൻ്റെ ജില്ലയിൽ പറയുകയാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം ഒരു 80-90ഓളം സ്ഥലങ്ങൾ ട്രക്കിങ്ങും വെള്ളച്ചാട്ടവും മെയിൻ ഡെസ്റ്റിനേഷനായിട്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ 80 സ്ഥലങ്ങൾ പോലും ഞാൻ കണ്ടു തീർത്തിട്ടില്ല. ഏകദേശം ഒരു 50 സ്ഥലങ്ങൾക്കകത്ത് മാത്രമേ ഞാൻ കണ്ടു തീർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ കാണാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളൊക്കെ പോയി കഴിഞ്ഞാൽ മുളിയാർ ക്ഷേത്രം ഫോറസ്റ്റിനകത്തുള്ള ക്ഷേത്രമാണ്. വേണ്ട, പോലീസായിട്ട് പൊക്കുവാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു യാത്രയൊക്കെ പോയി ഇങ്ങനെ ലൈഫ് ഒന്ന് സന്തോഷിക്കണം ഗൈസ്. ആയിട്ട് മഞ്ഞ് പൊങ്ങുന്നുണ്ടോ? എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞുണ്ട്, നമ്മുടെ കൂർഗിലും വയനാടൊക്കെ. പിന്നെ മൂന്നാറും നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള ഇറക്കങ്ങളൊക്കെ ഇതുപോലെ ഓഫ് ചെയ്ത് പോകണം. അതാകുമ്പോൾ നമുക്ക് അത്രത്തോളം പെട്രോൾ ലാഭിക്കാം ഗൈസ്, പെട്രോൾ ലാഭിക്കാം. ഞാനിപ്പോൾ ഓഫ് ചെയ്താണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഇരിഞ്ഞിപ്പുഴ, വാവ്, 2 കുരങ്ങന്മാരെണീറ്റ് ഓടുന്നുണ്ടോ ഇവിടെ കള്ള. എൻ്റെ അമ്മോ, എന്തോന്നറിയ ഇത്. ആ ഒരു ബസ്സിൻ്റെ ഒരു വരവും ഈ ഒരു പുഴയുടെ ഒരു കാഴ്ചയും. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ഹൗസ് ബോട്ടിങ് കിടപ്പുണ്ട്. ക്യാമറ ഓൺ തന്നെ നോക്കട്ടെ. ഓൺ തന്നെ ഉണ്ടോ. പിന്നെ ചങ്ങാടം കിടപ്പുണ്ട്, മണൽ ഇഷ്ടം പോലെ. അയ്യോ, ഇവിടെ കുറച്ച് നേരം നിൽക്കണമെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഇന്ന് സമയമല്ല. ഇന്ന് ഒരിടവും നിന്നുകൊണ്ട് കാഴ്ച കാണൊക്കെ ഇല്ല ഗൈസ്. നേരെ തലക്കാവേരി, കർണാടകയുടെ ഉൾഗ്രാമം, കാസർഗോഡിന് കർണാടക അടുത്തുള്ള ഉൾഗ്രാമങ്ങളാണ്. ഇവിടെയൊക്കെ പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നണം. ബന്തെടുക്ക, കാസർഗോഡ്, ഇരിഞ്ഞിപ്പുഴ. ചില ബസ്സുകളിൽ കാസർഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു, ചിലതിൽ കാസർഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു. കറക്റ്റ് എന്താണെന്നൊരു പിടിയുമില്ല. അണ്ണാ എനിക്കൊന്ന് സൈഡ് വന്നാൽ ഞാൻ അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ കയറി. അയ്യോ, ആനവണ്ടി പൊടിയടിച്ച് കയറ്റടേ, ഇതാ കൊല്ലടേ. ഇവനെ ഇത്തിരി ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അണ്ണ, അല്ലെങ്കിൽ ഒന്ന് സൈഡെങ്കിലും ഒതുക്കിത്താ അണ്ണ. എസ് അടിച്ചും W അടിച്ചൊക്കെയാണ് പോണത്. പിന്നെ പുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിള്ളേർ ഇരിക്കുന്നുണ്ട്, അടിപൊളിയാ. പാലത്തിൻ്റെ അവിടെ എല്ലാവരും കൂടെ വൈബ് അടിച്ച് ചില്ലടിച്ചിരിക്കുവാണ്. മുട്ടം പണി, റോഡ് പണി നടക്കുന്നു. വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ടേക്കുന്നു. 9:03. ഇനി എപ്പോഴും ഇവർ ഇവിടെ വന്ന് വിടുന്നു. എൻ്റെ പൊന്നെ, റോഡ് പൊളിച്ചിട്ടിരിക്കുന്നിടത്തൂടെ പോവാ ഇച്ചിരി പാട് തന്നെ. അടിപൊളി. ഇത് എൻ്റെ വണ്ടി എന്തിനാ, ഇത് കുഴപ്പമില്ല. ആ ചേട്ടൻ പോണ പോക്ക് അടിപൊളി. ദൈവമേ, ഇതാണ് വെയിറ്റുള്ള വണ്ടിയും വെയിറ്റ്ലെസ് വണ്ടിയും തമ്മിൽ. അതാ കടന്ന് കറങ്ങും. ഇതങ്ങനെ വലിയ കറക്കം കറങ്ങൂല, ഇവൻ കയറി അങ്ങ് പോവും കേട്ടോ. എൻ്റെ ഡിസ്കവർ ബൈക്കിലാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ഇവിടെ കിടന്ന് കറങ്ങി ഞാൻ. അങ്ങനെ റോഡ് പണിയിൽ അവിടെ കുറച്ച് നേരം ബ്ലോക്കായി പോയി. ഭാഗ്യത്തിന് അവർ വണ്ടി ഒതുക്കി തന്നു, അല്ലെങ്കിൽ അവർ നിന്ന് പണിയണമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് മൊത്തം അവർ നിന്ന് പണി ചെയ്യുമായിരുന്നു, നമ്മൾ തേഞ്ഞൊട്ടുമായിരുന്നു. കേരള ഇത് ബാഗ് ഡ്രസ്സ് ഓൾ കേരള ട്രിപ്പ് தான் 20 രൂപ. ഓക്കെ, ക്യാഷ്. ஏதாவது பைக் ஐட்டமா? ட்ரெஸ் ஓப்பன் பண்ணணுமா?
ഓക്കെ. പിച്ചി പൂത്ത് നിൽക്കുന്ന കാഴ്ച ഉണ്ടോ? പിച്ചി, അതുപോലെ കാപ്പി. ഇവിടുത്തെ ഒരു മണമുണ്ട്. എൻ്റെ അമ്മ, അത് ഈ കൂർഗിൽ വന്ന് ഈ മണം, ഈ പൂ പൂത്തിരിക്കുന്ന സമയത്തായിരിക്കണം. ഇതിൻ്റെ മണം ശ്വസിച്ചിട്ടുള്ളവരാണേലും അവർക്കത് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു സംഭവമേ അല്ല. വേണി സംഗമത്തിലോട്ട് പോകുന്നില്ല, നേരെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇടത്തേക്ക്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇതൊരു കുഞ്ഞ് ചെറിയൊരു ബസ് സ്റ്റാൻഡ് പോലത്തെ സംഭവമായിരുന്നു. അതെ, അത് തന്നെ. ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഞാൻ ഈ റോഡിൽ നേരെ കയറുന്നത്. ತಲಕಾವೇರಿ ಎಂಟು ರೂಪಾಯಿ ಮತ್ತೆ ಪಾರ್ಕಿಂಗ್ 10 ರೂಪಾಯಿ 10. ಓಕೆ. ഓക്കെ ഓക്കെ. കാണുന്നുണ്ട് നമ്മൾ കടലപ്പൂവിൻ്റെ ഒരുമാതിരി ഒരു വയലറ്റ് കളർ പോലത്തെ ഒരു സംഭവം. ഇതിവിടെ ശരിക്കും നിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഇന്നലെ മെനിഞ്ഞാന്നുണ്ടോ പോയപ്പോൾ റോസ് കണ്ടു, ഒരുമാതിരി ലൈറ്റ് ഓറഞ്ച് കളർ നമ്മൾ ഇഷ്ടം പോലെ കണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ ലൈറ്റ് നമ്മുടെ ആ ഒരു കളർ, അതിൻ്റെ പൊന്നി. നമ്മുടെ പൊന്മുടിയിലേക്ക് കയറിയ ഒരു വൈബ് ഇതന്നും കിട്ടിയിട്ടുണ്ട്. ഈ കരിങ്കല്ലൊക്കെ ഇതെനിക്കന്നും ഒരു മറക്കാത്തൊരു ഓർമ്മകളാണ്. ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ടൊരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് കാണുന്നതിനേക്കാൾ മുകളിൽ പോയി കാണുന്നതാണ് നല്ലത്. ഇനിയൊരു 3-4 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ തലക്കാവേരിയിലേക്ക്. കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടർ. നമ്മൾ താഴെ കണ്ട നെൽപ്പാടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നതായിരിക്കും. ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും നമുക്ക് തേൻ വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് തേൻ വാങ്ങുന്ന ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. പിന്നെ കോഫി കുടിക്കാനും കുറച്ച് കടകളുണ്ട്. അത് മാത്രമാണ് തലക്കാവേരിയിൽ കടകളായിട്ടെന്ന് പറയാനുള്ളത്. ഈ വേനൽക്കാലത്തും ഇവിടെ നിൽക്കുന്ന കാട്ടുചെടികൾ പച്ചപ്പടിച്ച് നിൽക്കുന്നത് അത് സെറ്റല്ലേ? ഈ തണുപ്പുള്ളത് കൊണ്ടാവണം. ഈ ചൂടുണ്ടെങ്കിൽ രാത്രി നല്ല തണുപ്പാണ് ഇവിടെ. മഞ്ഞുകൊണ്ട് കോട കൊണ്ട് മൂടി കിടക്കും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പായിരിക്കണം ഈ കാണുന്നത്. പക്ഷെ പാറപ്പുറത്ത് നിൽക്കുന്നതല്ലേ ഏകദേശം ചട്ടിയിലായി നിൽക്കുകയാണ് കേട്ടോ. തലക്കാവേരി, അങ്ങനെ നമ്മൾ തലക്കാവേരിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ടെമ്പിൾ തലക്കാവേരി. ബൈക്ക് അകത്തോട്ട് കയറ്റാമെന്നാണ് പറയുന്നത്. പോയി നോക്കട്ടെ. അന്ന് ഞാൻ പോയി ബൈക്കും കൊണ്ട് അങ്ങ് മുകളിൽ എടുത്തുകൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ. പക്ഷേ വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ എൻ്റെ താഴെ വയ്ക്കും. താഴെ വെച്ചിട്ട് നടക്കണം. അതാ വലിയ ദൂരമൊന്നുമില്ല, ഒരു 500 മീറ്റർ, 1 കിലോമീറ്റർ. ഈ വെയിലത്തി 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ഒരു കടുപ്പമാണ്. പക്ഷെ നല്ല തണുത്ത കാറ്റും ഉണ്ട് ഇവിടെ, അതുകൊണ്ടത് വലിയ ദൂരമായിട്ട് തോന്നില്ല. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. തലക്കാവേരി. കാവേരി നദിയുടെ ഉദ്ഭവന കേന്ദ്രമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയുള്ളത്. നല്ല തണുപ്പുമുണ്ട്, പക്ഷേ നല്ല വെയിലും അടിക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, യാത്രയൊക്കെ സെറ്റായിരുന്നു. നല്ല തണുത്ത ഒരു ആംബിയൻസിൽ വണ്ടി ഓടി വന്നത് അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്. ബൈക്കിലങ്ങനെ ആരും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഒന്ന് അകത്തോട്ട് പോയി നോക്കാം. നമ്മുടെ അടുത്ത് പശുമ്പ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. തൊട്ടടുത്തൊരു വളരെ മനോഹരമായ കടകളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നായിരിക്കണം. പോലീസ് ഔട്ട് പോസ്റ്റുണ്ട്. പിന്നെ എനിക്കിവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. ജീൻസ്, സാരി, ചുരിദാർ, മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് പോവാം. ഈ മുട്ടിന് മുകളിലോട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട്, ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ട് വരുന്നവർക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ല. അത്യാവശ്യം പണിയൊക്കെ നടക്കുന്നുണ്ട്. പുതിയ ഡ്രിങ്കിങ് വാട്ടറിന് ചെരുപ്പൊക്കെ നമ്മളിവിടെ ഊരി വയ്ക്കണം. ചെരുപ്പിന് 3 രൂപയാണ് ഒരു പെയർ ചെരുപ്പിന് വരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ലാസ്റ്റ് നമ്മുടെ തലക്കാവേരിയുടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ്, എത്തിയിരിക്കുകയാണ്. 3 രൂപയ്ക്ക് ചെരുപ്പ് ഒതുക്കി വെച്ചു. പോയിട്ട് വരാം. ഓക്കെ.
അപ്പോൾ പോയിട്ട് വരുമ്പോഴേ നമുക്ക് പൈസ കൊടുക്കാം. നമ്മുടെ ചെരുപ്പല്ലേ ഇവിടെ നമുക്ക് ഒതുക്കി വയ്ക്കാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇടാം. എന്നാലും അവിടെ കൊടുത്തിരുന്ന 3 രൂപയിൽ കാര്യം. കാവേരി നദിയുടെ ഉദ്ഭവന കേന്ദ്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിനകത്ത് കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ നമുക്ക് ഏറ്റവും ആവശ്യം ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് കണക്കാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഈ വ്യൂ പോയിൻ്റുകളാണ്. ഈ ഒരു യാത്ര ചെയ്ത് ഇത്രയും ഉയരെ നമ്മൾ കയറി എത്തുമ്പോൾ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയുണ്ട്. മോനെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഞാൻ അന്ന് വന്നപ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ച എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഇവിടെ പണികളൊക്കെ നടക്കുവാണ്. കണ്ടോ, ഈ സൈഡിലൂടെ പണി നടക്കുന്നു. അവിടെയും അവർ കമ്പിയുടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഈ സൈഡിൽ നിന്നുകൊണ്ട് തലക്കാവേരിയുടെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. വളരെ മനോഹരമാണ്. ഇനി ഇത്രയും സ്റ്റെപ്പുകൾ കയറി വേണം അങ്ങ് മുകളിലേക്ക് പോകാൻ നമുക്ക്. ഇവിടെയാണെങ്കിൽ നോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ വച്ചിട്ടുണ്ട്. എന്തെങ്കിലും സീനാവുമെന്നറിയില്ല. ഈ ഒരു കൽമണ്ഡപം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ്, ഈ നടക്കാൻ വയ്യാത്തവർക്ക് ഈ സൈഡിൽ കൂടെ അങ്ങ് മുകളിൽ കയറാൻ പറ്റും. അതാണ് ഈ ഒരു സ്ട്രെച്ചർ ഇവിടെ വച്ചിരിക്കുന്നത്. അതും ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ആ സൈഡിൽ കൂടെ തന്നെ പോകാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറേണ്ടി വരും. സ്റ്റെപ്പാണെങ്കിൽ കുറേ കയറേണ്ടി വരും നമ്മൾ. എന്തായാലും ഒരു കാര്യം ചെയ്യുക, എന്തായാലും ക്യാമറ കൊണ്ടുപോകുന്നില്ല. നമുക്ക് മൊബൈലിൽ വീഡിയോ എടുക്കാം. പിന്നെ ക്യാമറയുടെ ചാർജും തീർന്നു. പിന്നെ ബാറ്ററി ഉണ്ട്, അത് വേറൊരു കാര്യം. എന്തായാലും ഇനി നമുക്ക് മൊബൈലിൽ ഇവിടുത്തെ തലക്കാവേരിയുടെ വിഷ്വൽസ് കാണാം. ഗോപ്രോ അകത്തോട്ട് കൊണ്ടുപോകണില്ല ഞാൻ.